ഗിരിഗിരി നല്ല രസമുണ്ട് കേട്ടോ. ഈ വീടിന്റെ മർദ്ദക്കട പോകാൻ ചെടികളൊക്കെ വളർത്തി നല്ല പൂക്കളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വീട് കാരണം കാണില്ല, വരുമ്പോ കാണിച്ചു തരാം. ഏകദേശം 45 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ മേലത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, പോയോക്കാം. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഒരു സ്ഥലം കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ശരിക്കും ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നതും ഈ വഴിക്ക് വരുന്നതും. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ നിങ്ങൾക്ക്. നമുക്ക് അറിയാത്തത് എന്താണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. അന്വേഷിച്ചാൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുക, അപ്പോൾ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അത് എന്തായാലും അദ്ദേഹം നിങ്ങൾക്കൊരു ചെറിയൊരു സഹായം അയാൾ ചെയ്തു തരും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ. എന്തായാലും വന്നിട്ട് പിന്നെ തിരിച്ചു പോകാന്ന് പറയുമ്പോൾ പിന്നെ വെയിലുണ്ടാവുകൊണ്ടേ കറക്റ്റ് കാഴ്ചകൾ കാണാൻ പറ്റില്ല. അതാണ് സംഭവം. വെയിലിൻ്റെ നിഴലടിക്കുമ്പോൾ ഇവിടെ ഒരാൾ പശുവിനെ നോക്കുന്നുണ്ടോ. പിന്നെ ഞാൻ വേറൊന്നും പറയട്ടെ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽക്കിടെ വീട്ടുകൾക്കിടെയൊക്കെ പശുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ പശുക്കളില്ല. പിന്നെ ഈ പശുവിനെ വളർത്തുമ്പോൾ നമുക്ക് 2 ഗുണമുണ്ട്. എന്താ അറിയോ? അതിപ്പോൾ പണ്ടത്തെ ആൾക്കാരായിട്ട് ചോദിച്ചാൽ അറിയാം. അപ്പോൾ ഈ പശുവിനെ നമ്മുടെ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു പൂമ്പാറ്റ നോക്കി എൻ്റെ വളരെ മുന്നിൽ പാവം. അപ്പോൾ ഈ പശുക്കൾക്ക് നമുക്ക് വരാനുള്ളതൊക്കെ ഈ പശുവിനെ അത് തടുക്കുന്ന അറിയാം. അപ്പോൾ ഈ പശുവിനെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗുണം തന്നെയാണത്. കാരണം നമുക്ക് വരാനുള്ള ദോഷങ്ങൾ ഒക്കെ പശു ഏറ്റെടുക്കുന്ന അറിയാം. മാതാവ്, ഗോമാതാവ് അത് സംരക്ഷിക്കുത്രേ. നമുക്ക് എന്ത് ദോഷമുണ്ടോ അതൊക്കെ അത് ഏറ്റെടുക്കുന്ന അറിയാം. അതാണ് നമ്മൾ പശുവിനെ നമ്മൾ വളർത്തി കഴിഞ്ഞാലുള്ള ഗുണം. അവിടെ ഇടതുവശത്തുണ്ട് പശു. ഇവിടെ വീട് പാടത്ത് പശുക്കളൊക്കെ മേയുണ്ട് കേട്ടോ. പശുക്കളെ പറ്റി ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ല. ആ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ പുതിയ പശുവിനെ വാങ്ങണമെന്നൊന്നുമില്ല കേട്ടോ. പശു ഇടയ്ക്കൊക്കെ നിങ്ങൾ പാടത്തേക്ക് ഇറങ്ങണം കേട്ടോ. പശു, നിന്റെ പേരെന്താ? വീഡിയോയിൽ ഇയ്യും പെട്ടോട്ടോ. അപ്പോൾ നല്ല രസമാട്ടോ. ഞാൻ പണ്ടൊക്കെ പാടത്തേക്കിടെ നടന്ന് പുല്ലെരിഞ്ഞിട്ടുള്ള ഒരാളെന്നായിരുന്നു. അപ്പോഴൊന്നും ഈ വണ്ടിയും കൊണ്ട് നടക്കും കൊണ്ട് കാര്യമായിട്ട് നല്ല ഏരിയ കേട്ടോ ഇവിടെ. ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഈ മുകളിൽ കാണില്ലേ, ഇതാണ് അക്കുഡേറ്റ്. ഇത് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ കാഴ്ചകൾ കാണുമ്പോൾ കാണണം. ഇതെന്താണെന്ന് അറിയില്ല എനിക്ക്. കരിമ്പനയുടെ ചെറിയൊരു ഇതാണ്. ഇതിപ്പോൾ അപൂർവമായിട്ടാണ് നമ്മുടെ പാലക്കാട് ഉണ്ട് കേട്ടോ. പാലക്കാട് ഞാൻ കാണിച്ചു തരാം. വേറെ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ കരിമ്പനകളുടെ നാട് എന്നുള്ള സംഭവം. ഇത് പണ്ട് നിങ്ങൾക്കറിയാലോ, ഇത് വെട്ടി ഉണക്കിയിട്ടാണ് പണ്ടത്തെ ഓലപ്പുര ഉണ്ടാക്കിയിരുന്നത്. ഇതൊക്കെ അറിയണ കാര്യം തന്നെ ഒന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും ഞാൻ കണ്ടപ്പോൾ നിർത്തുന്നതാണ്. കാണുന്നതൊക്കെ നമുക്ക് രസമാണ്. ഇവിടെ ഉണ്ട് കേട്ടോ പശുക്കൾ. ഇവിടെയും മേയുണ്ട്. ഞാൻ പറഞ്ഞ 2 വ്യക്തികളെ ആരറിയോ കണ്ടോ? അവിടെ ഇരുന്നിട്ട് മൈനകളാണ് കേട്ടോ, വേറെ ആരുമില്ല. ഇതൊരു കുളമാണ്. ഇതിൽ ആമ്പലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. ഇപ്പം ഒന്നും കാണാനില്ല. ഇവിടെ നിറച്ച് കിളികളുണ്ട് കേട്ടോ. കിളികളുടെ സൗണ്ടാണ് നല്ല രസം കേൾക്കാൻ. പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ, കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ടാവാൻ ചാൻസ് ഞാൻ വന്നപ്പോൾ ഉണ്ടാകാതിരിക്കുകയാണ്. ഇങ്ങനെ പാടത്തുകൂടെ നടക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടക്കണം. ഇല്ലെങ്കിൽ എന്താ കഴിഞ്ഞാൽ അങ്ങോട്ടോ അങ്ങോട്ടോ വീഴും. നല്ല രസമാട്ടോ പാടത്തുകൂടെ നടക്കാൻ. സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഇതിപ്പോൾ ഏകദേശം എത്ര അടി ഞാൻ പറഞ്ഞു കേട്ടോ. ആദ്യം ഈ നടുക്കൂടെ ചവിട്ടുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഈ സ്ലാബൊക്കെ ഇളകി വീഴും, പൊട്ടും, അടിക്കും. പക്ഷെ താഴത്തേക്ക് വീഴില്ല. പക്ഷെ നമ്മുടെ കാല് അങ്ങനെ തട്ടിയിട്ട് പെട്ടെന്ന് ചിലപ്പോൾ സ്ക്രാച്ച് ആവും. അപ്പോൾ ചെറിയ
ഈശോയെ ആദ്യമായിട്ട് പോവാട്ടോ. പക്ഷെ ഇതിലും കിടുക്കാച്ചിയൊരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരണം നമുക്ക്. ഇതമ്മോ തല തിരിയാട്ടോ. ഇതിലും കിടുക്കാച്ചിയൊരു സ്ഥലമുണ്ട്, അത് കണ്ട നിങ്ങൾ ഞെട്ടും. ആഹാ, അടിപൊളി സ്ഥലമല്ലേ സുഹൃത്തുക്കളെ. ഇവിടുന്ന് നോക്കുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ തല തിരിയാണ്. വളവുകളിൽ തിരിയതേ പറയില്ല, അതേപോലെ തല തിരിയാണ്. അവിടെ കുറേ നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ കൂട്ടുകാരല്ല, അവർ ഇത് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ അവരും ചർച്ചണു ഏകദേശം ഒരു 30 അടി പോരാ, 50 അടി നീളമുണ്ട് ഇതിന്. ഏകദേശം ഒരു അര കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും. ഇതാണ് നമ്മുടെ എലമ്പലാശ്ശേരി അക്കുഡേറ്റ്. ഇത് ഇൻസ്റ്റാഗ്രാമിലാണ് അധികമായിട്ടുണ്ടാവുക. യൂട്യൂബിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാവും എനിക്കറിയില്ല. വലതുവശത്ത് നല്ല കഴുങ്ങും തോട്ടാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ശരിക്കും കയ്യും കാലും അതേപോലെ തലതിരിയാണ്. നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല കാറ്റും നല്ല ഇളം കാറ്റടിക്കുന്നു. അപ്പോൾ ഇനി മെല്ലെ ഇങ്ങനെ പോവാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും, ആരും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല, അല്ലാത്തൊരു കാലം കൂടിയാണ്. ഈശോയേ, ഇതിപ്പോൾ നാട്ടിട്ട് പോകണം. അതായത് ഇടയ്ക്ക് സ്ലാവില്ല, ഇടയ്ക്ക് സ്ലാവുണ്ട്, അതും സൂക്ഷിച്ച് പോകണം. ഇതൊക്കെ കാണാൻ വന്ന സുഹൃത്തുക്കളാണ് കേട്ടോ. പേരെന്താ? ജിതിൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാരനെയാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. എന്നാലും ഇവിടെ വരുമ്പോൾ സൂക്ഷിച്ച് നടക്കുക, അഭ്യാസങ്ങൾ കാട്ടാൻ നിൽക്കരുത്. താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ ഓടി ചാടാനും കൂടി പറ്റില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അവർ അനുസരിക്കുന്നു വിചാരിക്കുന്നു. ഗിരിഗിരി വിഷ്ണു അഭിനന്ദ്. ഓക്കെ, ഇവിടെ തന്നെയാണോ വീട്? ഇവിടെ തന്നെയാണല്ലേ. അപ്പോൾ ഇതൊക്കെ നാട്ടുകാരനെയാണ് കേട്ടോ സുഹൃത്തുക്കളെ. താഴെ പശുക്കളെയും കൊണ്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇനി ഞാൻ നല്ല കിടക്കാച്ചി ഒരു സ്ഥലം കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി കഴിഞ്ഞു. കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അവിടെ നിൽക്കുമ്പോൾ പക്ഷെ ഞാൻ വേറൊന്ന് പറയട്ടെ, അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതിപ്പോൾ സമയം കിട്ടുമ്പോഴേ പോകാൻ പറ്റുള്ളൂ. അവിടെ ഇങ്ങനെയൊന്നുമല്ല, അത് ഏകദേശം 1 കിലോമീറ്റർ കറക്റ്റായിട്ട് അത് അക്കുഡേറ്റാണ്. അത് കാണാൻ മാത്രം ഉണ്ട് ശരിക്കും. അത് ഞങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കയറും കൊണ്ടാണ് തോന്നുന്നുണ്ട്. തല ഇങ്ങനെ തിരിയുക. അപ്പോൾ തല തിരിയുമ്പോൾ നമ്മൾ പ്രശ്നമാവും. ഇവിടെയൊക്കെ കാടാട്ടോ, കാടല്ല, കാട് മാതിരി തോന്നുന്നതെന്ന് പറയാം. ഇതാണ് നമ്മുടെ എലമ്പലാശ്ശേരി അക്കുഡേറ്റ്. ഇതിനോടൊരു സുഹൃത്ത് പറഞ്ഞ കേട്ടോ. ആ സുഹൃത്തിനും കൂടി ഞാൻ നന്ദി പറയാണ്. ഇതിൻ്റെ ഒപ്പം അങ്ങോട്ട് കയറി കഴിഞ്ഞ് വേർത്ത് കുളിച്ചു. അമ്മേ, അപ്പം ശരി സുഹൃത്തുക്കളെ. അതായത് ഇപ്പോൾ ഏകദേശം കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടില്ലേ. ഈ പശുക്കളെ വീട്ടിൽ വളർത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരമാണ്. അപ്പോൾ നമ്മുടെ വീടിനും നമുക്കും എന്തെങ്കിലും വല്ല ദൃഷ്ടിദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ പശുക്കൾ ഏറ്റെടുക്കുന്ന അറിയാം. അതാണ് ഈ പശുക്കളെ കൊണ്ടുള്ള ഉപകാരം നമുക്ക്. ഇപ്പം പൊതുവേ ഒരു വീട്ടിലും പശുക്കളെ കാണാനില്ല. അത് ഈ അടുത്ത വശത്ത് നല്ല ചെടികളുണ്ട്.